6-ാം വർഷം റെക്കോർഡിട്ട് അവാർഡ് വാങ്ങിക്കുന്ന പറയുമ്പോൾ ചേച്ചി പ്രസംഗത്തിൽ പറഞ്ഞത് കൂടെ അഭിനയിച്ച പാർവതിയെ പറ്റിയായിരുന്നു. അത് എന്താ പറയുന്ന അങ്ങനെ ഒരാൾക്ക് കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം കൂടെ അഭിനയിച്ച ആളാണ് എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്തെന്ന് പറയാനുള്ളൊരു അത്രയും വലിയൊരു ഇതിൽ. അത് സത്യമാണ് കേട്ടോ. കാരണം ആകെ 2 പേരേ ഉള്ളൂ ആ സിനിമയിൽ. ഫ്രെയിം ടു ഫ്രെയിം ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഞാനാണ് ആക്ഷനെങ്കിൽ അവളാണ് റിയാക്ഷൻ. അത് കിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് അഭിനയിച്ചതുകൊണ്ട് ഒരു സീൻ നന്നാവില്ല. കാരണം മോശമായിട്ട് ചെയ്ത ആളിനെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ ഒരു റിയാക്ഷനും ഇല്ലാതെ നിൽക്കുന്ന നോക്കി, അപ്പോൾ ഈ ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് പോയി. കോമഡിക്കും അത് തന്നെയാണ്. ഞാൻ ചെയ്യുന്ന ഹ്യൂമർ എക്സ്പ്രഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ വേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോന്നിലും ഞാനും അവളും ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഞാനിത് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ആക്ഷൻ പറയുമ്പോൾ മാത്രം അഭിനയിക്കുന്ന ഒരാളും അവള് മാസങ്ങൾക്ക് മുമ്പേ പ്രിപ്പയർ ചെയ്ത് വന്നിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. അതുപോലെ സ്ക്രിപ്റ്റ് ഇത് എങ്ങനെ പറയണം, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു ചേച്ചി എങ്ങനെ പറയുമായിരിക്കും, ഇങ്ങനെ നോക്കിയിട്ട് ബൈഹാർട്ട് ചെയ്ത് വന്നേക്കുകയാണ്. എന്നിട്ട് അത് റിഹേഴ്സൽ സ്പോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് പാർവതി നിൽക്കുന്നത്. അപ്പം ഞാനാലോചിക്കും, ഞാനൊന്നും അത്രയും ഗൗരവത്തിൽ എൻ്റെ പ്രൊഫഷനെ കണ്ടിട്ടില്ലല്ലോ, എനിക്കത് അറിയത്തില്ല. ആ സ്കൂളല്ല ഞാൻ വന്നത്. ഞാൻ വന്ന വേറൊരു വഴിയാണ്. നേരെ ഷൂട്ടിങ്ങിനായിട്ട് വന്നിറങ്ങി നേരെ വരും, ക്യാമറയുടെ അടുത്ത് വരുമ്പം ഇതാണ് ഉറച്ചയുടെ ക്യാരക്ടർ കേട്ടോ, ഇതിപ്പോൾ ഈ സീനിൽ ഇങ്ങനെ അഭിനയിക്കണം, അഭിനയിച്ചോളൂ, ഇതേ എനിക്ക് ശീലമുള്ളൂ. പക്ഷെ അവരൊക്കെ ഇത്രയും പ്രിപ്പയർ ചെയ്ത് വരുന്നല്ലോ. അപ്പം ഓരോ സീനിലും ചേച്ചി അങ്ങനെയാണോ ചെയ്യുന്നത്? അതപ്പോൾ ഞാൻ പറയും, ഞാൻ അഭിനയിക്കുമ്പോൾ നീ കണ്ടോ, നേരത്തെ അത് പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ അവളത് പ്രിപ്പയർ ചെയ്യും, കൈ എവിടെ വെക്കണം, എവിടെ നിൽക്കണം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വന്ന ഉടനെ ഡയറക്ടർ പറഞ്ഞു, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, എവിടെ വന്നതെന്ന് എങ്ങനെ സംസാരിക്കുന്നു കാണിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കത് അറിയില്ല. നിങ്ങൾ പറയുക എവിടെയൊക്കെ വന്ന് നിൽക്കണം, നിങ്ങൾ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് നിങ്ങൾ ക്യാമറ വെച്ചേക്കുന്നത് നിങ്ങൾ പറയുക. അല്ല, ഞങ്ങൾ ക്യാമറ വെച്ചിട്ടില്ല, നിങ്ങൾ എവിടെയൊക്കെ വന്ന് നിൽക്കുമെന്നനുസരിച്ച് ക്യാമറ വെക്കാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയും, പാർവതി എന്താ പറയൂ, പാർവതിക്ക് എവിടാ സൗകര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നോളാം. അങ്ങനെ പാർവതിയാണ് ഞാൻ ചേച്ചി ഞാൻ ഇവിടെ നിൽക്കാം, അപ്പം ചേച്ചിക്ക് അവിടെ നിൽക്കുന്നു. അപ്പം എന്നാൽ അങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയി റെഡിയാവുന്നത്. ദിവസം രാവിലെ വരുമ്പോൾ അപ്പം ഞാൻ മറക്കാൻ പറ്റില്ല. 10-45 ദിവസം ആ ഒരു വേദിയിൽ, കാരണം ചേച്ചിയെ റെക്കഗ്നൈസ് ചെയ്യുന്ന വേദിയിൽ കൂടെ ഉള്ള ഒരാളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. കാരണം ഞാൻ പ്രതീക്ഷിച്ചല്ലോ തീർച്ചയായിട്ടും അവൾക്കും അംഗീകാരം കിട്ടുമെന്ന്. കാരണം അത്രയും തന്നെ നന്നായിട്ട് അവൾ ചെയ്തിരുന്നു. ഇപ്പം ഇങ്ങനത്തെ അവാർഡുകൾ ചേച്ചിക്ക് ഒരുപാട് അവാർഡ്സ് നമുക്ക് എണ്ണിത്തീരുന്നതിനപ്പുറത്തേക്ക് അവാർഡുകൾ കിട്ടുമ്പോൾ എങ്ങനെയാണ് ചേച്ചി അവാർഡുകൾ? ഇപ്പോൾ ചേച്ചി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം, അല്ലാതെ ഒരു അവാർഡിലേക്കല്ല എന്നുള്ളത്. എങ്കിലും അവാർഡുകൾ വരുമ്പോൾ ചേച്ചി അതിനെ എങ്ങനെയാണ് എടുക്കുക? അല്ല, പുരസ്കാരങ്ങൾ എപ്പോഴും മൂല്യമുള്ളത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഞാൻ ചെയ്തിരുന്ന സിനിമകളും വളരെ ജനകീയമായിട്ട് ഓടിയ സിനിമകൾക്കായിരുന്നു എനിക്ക് അവാർഡ്. ഉള്ളൊഴുക്കിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു സിനിമ സാധാരണ എൻ്റെ മറ്റ് 5 അവാർഡുകളും പടം റിലീസായി മാസങ്ങൾക്ക് ശേഷം അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. ഈ വർഷത്തെ അവാർഡ് അടുത്ത വർഷമല്ലേ അനൗൺസ് ചെയ്യുള്ളൂ. പക്ഷെ ഉള്ളൊഴുക്ക് ഓടി ഒരു 2 ആഴ്ച പോലും ആവുന്നതിന് മുമ്പ് അവാർഡ് അനൗൺസ് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാരണം ആ സിനിമ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ അപ്പം നമ്മളൊരു പടം ചെയ്യുമ്പോൾ ആ പടത്തിൻ്റെ ഉദ്ദേശശുദ്ധി ഉണ്ടല്ലോ. നന്നായിട്ട് ഓടണം എന്ന് വിചാരിച്ചാണ് ഒരു പ്രൊഡ്യൂസർ പടം ചെയ്യുന്നത്. അപ്പോൾ അത് ഈശ്വര നന്നായിട്ട് ഓടണമെന്നേ നമ്മൾ പ്രാർത്ഥിക്കും. അല്ലാതെ ദിവസവും രാവിലെ എണീച്ച് എനിക്ക് അവാർഡ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കിട്ടുന്നതിൽ വളരെ സന്തോഷം. ഏറ്റവും ഉള്ളൊരിക്കൽ ഇഷ്ടമുള്ള ഒരു സീൻ എന്ന് വെച്ചാൽ, പാർവതിനെ കാമുകന് വിട്ടുകൊടുത്തിട്ട് ചേച്ചി തോണിയിൽ കയറിയിരിക്കുന്നു. അയ്യോ, പ്രത്യേകിച്ച് ഒരു ഭാവമുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഉരുകുന്ന പോലെ തോന്നും. ചേച്ചി ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ. അത് ഡബ്ബിംഗ് ഇല്ലല്ലോ, ലൈവ് അല്ലേ എടുത്തേ. സാധാരണ ഡബ് ചെയ്യുമ്പോഴേ ഇല്ല. എൻ്റെ അമ്മ കണ്ടിട്ടില്ല, കലച്ചേച്ചി കണ്ടിട്ടില്ല, എൻ്റെ വീട്ടിൽ ആരും കാണൂല. ഇത് കരച്ചിൽ പടമാണെന്നും പറഞ്ഞിട്ട്. ഞാൻ കാണാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബ്ലിസറിന് ഉപയോഗിക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ സ്പോട്ടിൽ ഭയങ്കര ഫീൽ ചെയ്താ ചെയ്തത്. അത് കാണാൻ എനിക്ക് കാരണം ഒരു 40 ദിവസം ഞാൻ അഭിനയിച്ച ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ്. അത് ആ പടം ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടാന്നൊരു സിനിമ വെക്കണമെങ്കിൽ ആലോചിച്ച് നോക്കും. കാരണം എനിക്ക് വയ്യ ഈ ഭാരം ചുമക്കാൻ എന്നുള്ളത് കൊണ്ടാണ്. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കരയുകയില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യാം. വേണ്ട, കരയേണ്ട ചേച്ചി,
ചേച്ചി കരയേ വേണ്ട, ചേച്ചിക്ക് എങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അതെ അതൊരു ഡയറക്ടറുടെ ബുദ്ധിയാ. അതെ ഈ അതെ. കരയാന്ന് പറഞ്ഞത് എന്റെ ഭഗവാനെ ഒരു ചേച്ചി രക്ഷയും. എന്നിട്ട് പാർവതി ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ചേച്ചി അവരിലേക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു സീൻ മാത്രം മിനിമം ഒരു 20 പ്രാവശ്യം ആ സീൻ മാത്രം ചേച്ചിയെ കാണാൻ വേണ്ടി മാത്രം റിപ്പീറ്റ്. കാരണം ആ മുഖത്ത് ഈ പറഞ്ഞ പോലെയാണ്, കരയാണോ അല്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ഒഴുകുകയാണ്. ഒരുപാട് പേര് ആ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങി ഒരു ക്യാമറമാൻ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അത്രയും ആർട്ടിസ്റ്റിനെ കണ്ട് സിനിമ അറിയാവുന്ന ഒരാള് അതെ ചേച്ചി എന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ കരയിപ്പിച്ചത്, ഞാൻ എന്താ തിയേറ്ററിന്റെ വെളിയിൽ നിൽക്കുക, എല്ലാരും എന്നെ നോക്കുന്നുണ്ട്, എന്നാൽ ഇതൊന്നും കരഞ്ഞില്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല അതെ എന്ന് അതെ പറഞ്ഞു. അതെ അതെ. അങ്ങനെ ഇതൊക്കെ ക്രിസ്റ്റോയെ സമ്മതിക്കണം കേട്ടോ. അയാളുടെ ക്ഷമയും ചേച്ചിക്ക് വേണ്ടി കാത്തിരുന്നതാണ് ആ അതിന് സിനിമ. മാത്രമല്ല ആ സ്ക്രിപ്റ്റിനൊക്കെ 8 വർഷത്തിന് മുൻപ്, ഈ പടം ചെയ്യുന്നതിന് മുമ്പ് 8 വർഷത്തിന് മുമ്പ് 25 ലക്ഷം രൂപ അവാർഡ് കിട്ടിയ സ്ക്രിപ്റ്റാ അത്. എന്നിട്ട് ആ 8 വർഷം കാത്തിരുന്നു ഒരു ആദ്യത്തെ സിനിമ ചെയ്യാൻ. ഒരു ഡയറക്ടറുടെ ഒരു ക്ഷമ